സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ അപകീർത്തി പരാമർശം. യൂട്യൂബർ അറസ്റ്റിൽ. സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയെന്ന കേസിൽ യൂട്യൂബർ സൌക്ക് ശങ്കർ വീണ്ടും അറസ്റ്റിൽ. വനിതാ പോലീസുകാർക്കെതിരായ അധിക്ഷേപ പരാമർശത്തിന്റെ പേരിൽ മുമ്പ് അറസ്റ്റിലായ ശങ്കർ നിലവിൽ ജയിലിലാണ്. ഇതിന് പിന്നാലെയാണ് വീണ്ടും അറസ്റ്റ്. സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരെ യൂട്യൂബർ അപകീർത്തി പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി മുത്തു എന്നയാൾ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. കഴിഞ്ഞ മെയ് മാസമാണ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ അധിക്ഷേപ പരാമർശങ്ങളുടെ പേരിൽ കോയമ്പത്തൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വനിതാ എസ്ഐയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തേനിയിൽ നിന്നാണ് പോലീസ് ശങ്കറിനെ പിടികൂടിയത്. ഒരു ഓൺലൈൻ അഭിമുഖത്തിനിടെ ശങ്കർ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നായിരുന്നു പരാതി. എന്നാൽ ആരോപണങ്ങളെല്ലാം നിഷേധിച്ച ശങ്കർ തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ആരോപിച്ചിരുന്നു. ഡബിൾ ഡെക്കർ ബസും കാറും കൂട്ടിയിടിച്ച അപകടം. 7 പേർക്ക് ദാരുണാന്ത്യം. ഉത്തർപ്രദേശിലെ ഇറ്റാവയിൽ ഡബിൾ ഡെക്കർ ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 7 പേർ മരിച്ചു. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് അധികൃതർ അറിയിച്ചു. റായ്ബറേലിയിൽ നിന്ന് ദില്ലിയിലേക്ക് പോവുകയായിരുന്ന ബസ് ലക്നൌവിലേക്ക് പോവുകയായിരുന്ന കാറിലിടിച്ചാണ് അപകടമുണ്ടായത്. ബസ്സിൽ 60 പേരുണ്ടായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടൽ നിരപ്പ് ഉയരുന്നു. കൊച്ചിയടക്കം 15 ഇന്ത്യൻ നഗരങ്ങളിൽ കര മുങ്ങിയേക്കുമെന്ന് പഠനം. 2040 ആകുമ്പോഴേക്കും കൊച്ചിയും മുംബൈയും അടക്കം 15 ഇന്ത്യൻ നഗരങ്ങളിൽ കടൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതായി പഠന റിപ്പോർട്ട്. മുംബൈയിലാണ് ഏറ്റവും കൂടുതൽ സമുദ്രനിരപ്പ് ഉയരുന്നത്. 1987നും 2021നുമിടയിൽ 4.44 സെന്റിമീറ്ററാണ് ഉയർന്നത്. സമുദ്രനിരപ്പ് ഉയരുന്ന ആദ്യ 6 ഇന്ത്യൻ നഗരങ്ങളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്താണ് കൊച്ചി. ആലപ്പുഴയിൽ പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി അജ്ഞാതൻ. പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. ആലപ്പുഴ കായംകുളം MSM കോളേജ് മാനേജറുടെ വീടിന് മുന്നിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. കോളേജിലെ വനിതാ ഹോസ്റ്റലിൽ അടിസ്ഥാന സൌകര്യങ്ങളും സുരക്ഷയുമില്ലെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഹോസ്റ്റൽ വാർഡനെ നിയമിക്കണമെന്നും പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഹോസ്റ്റലിൽ അജ്ഞാതൻ അതിക്രമിച്ചു കയറിയിട്ടും നടപടിയില്ലെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു. അജ്ഞാതൻ അതിക്രമിച്ചു കയറിയതിനെതിരെ വിദ്യാർത്ഥികൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. പുഴയിലിറങ്ങാൻ അനുമതി നൽകിയില്ല. ഈശ്വർ മാൽപേയും സംഘവും മടങ്ങും. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള പുഴയിലിറങ്ങാനുള്ള പരിശോധനയ്ക്ക് അനുമതിയില്ല. തുടർന്ന് പരിശോധനയ്ക്കെത്തിയ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയും സംഘവും മടങ്ങും. അനുമതിയില്ലാതെ ഇറങ്ങാൻ കഴിയില്ലെന്ന് ഈശ്വർ മാൽപേ പറഞ്ഞു. കുത്തൊഴുക്കും പ്രതികൂല കാലാവസ്ഥയും പ്രതിസന്ധിയാണ്. ജില്ലാ ഭരണകൂടമായും MLA ആയും ബന്ധപ്പെടുമെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കിന്റെ ശക്തി കുറയുന്ന സാഹചര്യത്തിൽ ഇന്നു മുതൽ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് കർണാടക സർക്കാരും അധികൃതരും കാർവാർ MLA സതീഷ് കൃഷ്ണ സൈലും അറിയിച്ചതായി MK രാഘവൻ MP ഇന്നലെ അറിയിച്ചിരുന്നു. എന്നാൽ കർണാടക സർക്കാർ പരിശോധനയ്ക്ക് ഇനി അനുമതി നൽകില്ല എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്.